അപ്പോൾ ഈ ഒരു ലൈനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഡ്രൈവർ സൈഡ് പിടിച്ചിട്ട് വരണം. എന്താ വെച്ചാൽ പാസഞ്ചർ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് തിരിവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞ് വന്നാൽ ഇവിടെ ഒരു മരമുണ്ട്. ആ ഒരു റോൾ ഓവർ ആംഗിൾ കാരണം വണ്ടി ഓട്ടോമാറ്റിക്കലി ആ സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡ്രൈവർ സൈഡ് പിടിച്ചിട്ട് വരണം. റോക്സ് താഴ്ഭാഗത്തിലില്ലേ, ഇതാണ് അടുത്ത ഓബ്സ്റ്റക്കിൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എടുക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് ഈ വഴി എടുക്കാം, ഒന്ന് ഈ വഴി എടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ലൈൻ വേണമെങ്കിൽ കിട്ടാം ഇതിൽ. അപ്പോൾ നമ്മളുടെ ഒരു ലെവൽ ഓഫ് കംഫർട്ടബിലിറ്റിയും വണ്ടി എത്രത്തോളം നമുക്ക് നന്നായി അറിയണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് 3 രീതിക്ക് ഇത് എടുത്തു പോകാം. അപ്പോൾ ഇനി ഇവരെ ഏത് റൂട്ടാണ് എടുക്കാൻ പോകണമെന്ന് അറിയില്ല. അത് യൂഷ്വലി ഡ്രൈവേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് കണ്ട് അവർക്ക് ആ ടൈമിന് എന്താണോ തോന്നണേ അവരത് കയറിയിട്ട് എടുക്കും. സോ നമുക്ക് നോക്കാം അവരേത് ലൈനാണ് ഇനി ചൂസ് ചെയ്യാൻ പോകണമെന്ന്. ഇതിപ്പോൾ നമ്മൾ കയറ്റിയ സ്റ്റോക്ക് റൂബിക്കോണാണ്. ഇപ്പോൾ സ്റ്റോക്ക് റൂബിക്കോണ് ഒരു റബ്ബ് പോലും ഇല്ലാതെയാണ് ഇപ്പോൾ കയറിപ്പോയത്. അപ്പം നമ്മുടെ സ്റ്റോക്ക് സഹാറയ്ക്ക് ചെറിയ റബ്ബോട് കൂടി കയറി പോകാൻ പറ്റും. നമ്മുടെ അടിയിലത്തെ സ്കിഡ് പ്ലേറ്റ് റബ്ബിങ്ങിനായിട്ട് വെച്ചേക്കുന്ന സാധനമാണ്. അതിൽ ഒരു സ്ക്രാച്ച് വീണെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും പറ്റാനില്ല. അതുകൊണ്ട് ലൈക്ക് ഇതിനെ നമുക്കൊരു മേജർ ഒബ്സ്റ്റക്കിൾ ലൈക്ക് സ്കിൽ ലെവൽ ഇവിടെയാണ് പ്ലേയിൽ വരുന്നത്. ഇപ്പോൾ സ്കില്ല് കൂടുന്നതിനനുസരിച്ച് ഒബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്യുന്ന ലൈൻസ് മാറുന്നതിനനുസരിച്ച് ഈ റബ്ബിങ് ഇല്ലാതെ തന്നെ കയറി പോകുന്നവരുമുണ്ട്. നമ്മളിപ്പോൾ R3 ട്രെയിലിൻ്റെ ഒരു 65% കംപ്ലീറ്റ് ചെയ്തു. ഇനി വലിയ മേജർ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ല. ഈ മാപ്പ് നോക്കിയാൽ കാണാം നമ്മളിനി മാപ്പിൽ ഇത്രയും ഡിസ്റ്റൻസാണ് കവർ ചെയ്യാൻ ബാക്കിയുള്ളത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിൽ നമുക്ക് ട്രൈ നോക്കാം.
ഇവിടെ പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ്. ഈ ഒബ്സ്റ്റക്കിളൊന്നും ഇല്ല. നമ്മൾ ഇതേ കൂടെ ഫുള്ള് ചാർജ് ചെയ്ത് നേരെ വെള്ളത്തിലോട്ട് പോയി. വേരിയൻറ്റിലും ഈ ബാക്കിൽ ഈ ടാഗിനകത്ത് ഇതിൻ്റെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും എല്ലാ സ്പെക്കും ഇവിടെ തന്നെ കാണും. ഇപ്പോൾ നമ്മൾ മിൻറ്റൻ്റെ ഏകദേശം ഒരു 50% പോയിന്റിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഫോൺ ഇരിക്കുന്നുണ്ട്. ഒന്നിൽ ഗൂഗിൾ മാപ്പും പിന്നെ ഒന്നിൽ OFOWDയുടെ പെയ്ഡ് ആപ്പുമാണ് കിടക്കുന്നത്. ഈ 2 ആപ്പും ഞാനൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഗൂഗിൾ മാപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൻ മിൻറ്റൻ്റെ ആക്സസ് പോയിന്റ് വരെ കാണുള്ളൂ. ഇവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഈ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാപ്പിൽ ജസ്റ്റ് കാണുന്ന ഈ വാട്ടർ ബോഡി മാത്രമാണ്. അപ്പോൾ ഈ പെയ്ഡ് ആപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ട്രെയിൽസും ഈ ട്രെയിലിൻ്റെ റേറ്റിങ്ങും എവിടെ വാട്ടർ ക്രോസിംഗ് ഉണ്ട് എല്ലാം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഈ മാപ്പിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. നമ്മൾ OFOWയുടെ മെമ്പർഷിപ്പ് എടുക്കണം. പിന്നെ ഇയർലി ഫീസ് ഒരു $50 നമ്മൾ പേ ചെയ്യണം. ഇതേപോലെ തന്നെ ഓണക്സിൻ്റെ മാപ്പും ഉണ്ട്. ഓണക്സിൻ്റെ മാപ്പ് ഒരു ക്രൗഡ് സോഴ്സിങ് മാപ്പാണ്. അത് ഓരോ ആൾക്കാരായിട്ട് പോയി മാപ്പ് ചെയ്ത് വരുന്നതാണ്. ഇത് ഒണ്ടാരിയോൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള 4 വീലർ ഫെഡറേഷൻ്റെ മാപ്പാണ്. ഈ കാണുന്ന കൗണ്ടി റോഡ് 121 ഇതിലാണ് നമ്മൾ പാർക്കിലോട്ട് എൻ്റർ ചെയ്തത്. ഇത് ഈ ഗ്രീൻ ലൈൻ കാണുന്നത് ട്രെയിൽ ആക്സസ് പോയിൻറ്റ്സ് ആണ്. ഓരോ ലൂപ്പും ഈ കാണുന്ന ലൂപ്പ് മുഴുവൻ നമ്മളിന്ന് ചെയ്ത് ഈ ഗ്രീൻ ലൈനിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്ന പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആക്സസ് പോയിൻറ്റിൻ്റെ റേറ്റിംഗ് 1+ ആണ് ഈ സെമി മെയിൻറ്റെയിൻ ഡേർട്ട് റോഡ്സ് എന്ന് കാണിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ലൂപ്പിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 ഈസി, പിന്നെ അതെ ഇത് 3+, 4, 3 സ്റ്റാൻഡേർഡ്. ഇതാണ് മഡ് ബോഗാണ്. ഈ മഡ് ബോഗിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത് 1+, ഇത് 4. അങ്ങനെ ഓരോ ട്രെയിൽസിൻ്റെയും റേറ്റിംഗ് നമുക്ക് ഈ മാപ്പിനകത്ത് കാണാം. ഇതാണ് OFOWയുടെ സബ്സ്ക്രൈബ്ഡ് ആപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ മിൻറ്റൻ റിഗ് എക്സ്പെഡിഷൻ്റെ ഒരു വീക്കെൻഡ് ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലബ്ബാണ് ബേസ്ഡ് അവിടെ നിന്ന് ഉണ്ടായത്. താങ്ക് യു. നമ്മൾ ഇന്നുള്ളത് മിൻറ്റൻ ഓഫ് റോഡ് പാർക്കിലാണ്. ഇതൊരു പ്രൈവറ്റ് പാർക്കാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. രാഹുൽ, മിഥുൻ്റെ വൈഫ് ദീപിക, രാഹുലിൻ്റെ വൈഫ് സംഗീത, ഓമി, എൻ്റെ വൈഫ് ആൻ. ഞങ്ങളെല്ലാ വീക്കെൻഡും തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് നമ്മുടെ ഔട്ട്ഡോറിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കാനഡയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈഡാണിത്. നമ്മുടെ വളരെ മനോഹരമായ പാർക്കാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അകത്തേക്ക് വരാൻ നമുക്ക് നമ്മുടെ നല്ല 4x4 വണ്ടികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു കൂട്ടായ്മ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. റിഗ് എക്സ്പെഡിഷൻസ് ആണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഓഫ് റോഡിങ് മാത്രമല്ല, നമ്മൾ ക്യാമ്പിങ്ങും ഓവർലാൻഡിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, റിഗ് എക്സ്പെഡിഷൻസ് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഉണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മല്ലഗൂസാണ്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തും ഞങ്ങളിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവരും ഇപ്പോൾ വണ്ടി ഇല്ലാത്തവരാണെങ്കിലും ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു മടിയും കൂടാതെ എന്ത് സംശയം ഞങ്ങളോട് ചോദിക്കാനാണ് ഏത് സമയത്തും. ഞങ്ങളും അത്ര വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളെക്കൊണ്ട് അറിയാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ഫാമിലി ആയിട്ടുള്ളവർക്കോ സിംഗിൾ ആയിട്ടുള്ളവർക്കോ കപ്പിളായിട്ടുള്ളവർക്കോ എല്ലാവർക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ക്ലബ്ബാണ്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, മല്ലഗൂസിനെ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേറെ പരിപാടികളും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് റിഗ് എക്സിനെയും മല്ലഗൂസിനെയും ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്.